ഇതുപോലെ തോരൻ ഉണ്ടാക്കാനായിട്ട് കൈപ്പയ്ക്ക ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് പുരട്ടി വെച്ചു. അതുപോലെ തന്നെ ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിൽ നിന്ന് കുറച്ച് നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് പാക്കിൽ ഒഴിക്കുക കേട്ടോ. അപ്പോൾ നല്ലതാണ്, നല്ല കളർ വരും മുഖത്തിനൊക്കെ. പിന്നെ നമ്മളിത് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക, കുറച്ച് വറ്റൽമുളക് ഇടുക. അല്ലെങ്കിൽ മുളക് വേഗം കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് കേട്ടോ ചെറുതാക്കാൻ പറഞ്ഞത്. പിന്നെ നമ്മളിതിൽ പച്ചമുളക് മാത്രമേ ഇടണുള്ളൂ എരിവിനായിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടുക. അതൊന്ന് വാടിക്കഴിയുമ്പോൾ സവാള ചേർക്കുക. 2 സവാള ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഇട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഒന്ന് കൂട്ടി വയ്ക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ വേഗം വഴണ്ട് കിട്ടും. അങ്ങനെ നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ചേർക്കണം കേട്ടോ. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഉപ്പ് തിരുമ്മി വെച്ച കൈപ്പയ്ക്ക ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സിമ്മിലിട്ടിട്ട് 5 മിനിറ്റ് മതി കേട്ടോ. കൈപ്പയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ സിമ്മിലിട്ടാൽ മതി. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. 5 മിനിറ്റ് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കൈപ്പയ്ക്ക വേവില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈപ്പയ്ക്ക ഏകദേശം പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ചേർക്കുക. വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ നമ്മളിങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. സിമ്മിൽ തന്നെ വെച്ചാൽ മതി. അവസാനം വെള്ളം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് വെള്ളം തോർത്തിയെടുത്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ ബീട്രൂട്ടിന് പിന്നെ അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമല്ലേ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി. ഉപ്പ് നമ്മൾ നേരത്തെ ഒക്കെ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായ കാരണമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ എല്ലാതും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 2 പിടി നാളികേരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ നാളികേരം കൂടെ ചേർത്ത്, നാളികേരം അവസാനം ചേർക്കണതാണ് നല്ലത്. പിന്നെ നാളികേരം ഇട്ട് മൊരിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ള ഗുണങ്ങളൊന്നും കളയാണ്ട് ഇരിക്കാനാണ് നമ്മൾ അവസാനം തന്നെ ചേർക്കുന്നത്. ഇനി ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 സെക്കൻഡ് വെച്ചാൽ മതി. ഒന്ന് ആവി കയറുന്നത്ര സമയം വെച്ചാൽ മതി കേട്ടോ. ഇതിനിടയ്ക്ക് ബീട്രൂട്ട് വെന്തിട്ടില്ലെങ്കിൽ മാത്രം വീണ്ടും അടച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തോരൻ വെക്കുമ്പോൾ കൈപ്പയ്ക്കയുടെ കയ്പൊന്നും അറിയണില്ല കേട്ടോ. നല്ല സ്വാദുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.